മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഐക്യവേദിയായ സെറ്റോയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഐക്യവേദിയായ സെറ്റോവിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പര്യടനം നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് അതിജീവന യാത്ര ഒറ്റപ്പാലത്ത് ഊഷ്മളമായ സ്വീകരണം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ എല്ലാ മേഖലയിലും പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സർക്കാർ അനുവദിക്കേണ്ട ഒരു മേഖലയിൽ ഒരു ആനുകൂല്യവും ആർക്കും നൽകുന്നില്ല എന്നതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പി മായ മുഖ്യപ്രഭാഷണം നടത്തി. സെറ്റോ സംസ്ഥാന ചെയർമാൻ ചവറ ജയകുമാർ, സംസ്ഥാന കൺവീനർ അബ്ദുൾ മജീദ് എന്നിവർ നയിക്കുന്ന ജാഥ കുടിശ്ശികയായ ക്ഷാമബത്തയുടെയും ശമ്പള പരിഷ്കരണത്തിന്റെ ആവശ്യകതയെയും കുറിച്ച് സ്വീകരണ യോഗത്തിൽ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഉത്ബോധിപ്പിച്ചു. സെറ്റോ ഒറ്റപ്പാലം താലൂക്ക് ചെയർമാൻ കെ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ വി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബി സുനിൽകുമാർ, സെക്രട്ടറി ശ്രീ PS ഗിരീഷ് കുമാർ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി AM ജാഫർ ഖാൻ, സെറ്റോ ജില്ലാ ചെയർമാൻ T ഗിരീഷ്, കൺവീനർ K ശ്രീജേഷ്, ട്രഷറർ P ഹരിദാസ് എന്നിവർ സംസാരിച്ചു. സജു വർഗീസ് നന്ദിയും പറഞ്ഞു. ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും കാട്ടുന്ന ചിറ്റമ്മ നയത്തിനെതിരെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശബോധം, അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം അത് കവർന്നെടുത്തതിലുള്ള പ്രതിഷേധം, അതുപോലെ തന്നെ അതിരൂക്ഷമായ വിലക്കയറ്റം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെയുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലും ജനമധ്യത്തിലുമൊക്കെ പറയുന്നതിനും അവരെ കേൾക്കുന്നതിനും പിന്തുണയാർജിക്കുന്നതിനും വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ വലിയ ആശങ്കയാണുള്ളത്. നമ്മുടെ കുട്ടികൾ കൂട്ടം കൂട്ടമായി രാജ്യം വിട്ടു പോകുന്നു. കേരളം ഒരു വൃദ്ധസദനമായി മാറാൻ പോകുന്നു. സംസ്ഥാനത്തെ സിവിൽ സർവീസിലെ നിലയും വ്യത്യസ്തമല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുകയാണ്.